ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ശാന്തൻപാറ പേത്തൊട്ടി ചേരിയാർ പാടശേഖര സമിതിയുടെ സെക്രട്ടറിയും കർഷകനുമായ ശ്രീ ജിജിമോൻ കെ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് ശാന്തൻപാറ എന്ന കുടിയേറ്റ കാർഷിക ഗ്രാമത്തിലാണ്. ശാന്തൻപാറ പഞ്ചായത്തിലെ ചേരിയാർ പാടശേഖര സമിതിയുടെ സെക്രട്ടറിയും സമ്മിശ്ര കർഷകനുമായ ശ്രീ കെ ജിജിമോനാണ് ഇന്ന് കിസാൻ വാണി ശ്രോതാക്കളോട് തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ ചേരിയാർ പാടശേഖര സമിതിയുടെ സെക്രട്ടറി ആണല്ലോ. എത്ര ഏക്കർ സ്ഥലത്ത് നിലവിൽ ഇവിടെ നെൽകൃഷിയുണ്ട്? എത്ര കർഷകർ ഈ പാടശേഖര സമിതിയിൽ അംഗങ്ങളായിട്ടുണ്ട്? ഇവിടെ 12 ഏക്കറോളം സ്ഥലത്ത് ഇപ്പോൾ കൃഷി ഇപ്പം നിലവിൽ നടക്കുന്നുണ്ട്. 11 പേര് ഇപ്പോൾ നിലവിലെ അംഗങ്ങളുണ്ട്. 12 പേരുണ്ടായിരുന്നു. ഒരാൾക്ക് സൗകര്യം കാരണം കൃഷി നിർത്തി. ബാക്കിയുള്ള 11 പേര് ഇപ്പം നിലവിൽ കൃഷി ചെയ്യുന്നുണ്ട്. പാടശേഖര സമിതിക്ക് സർക്കാർ സഹായങ്ങൾ ലഭിക്കാറുണ്ടോ? അതോടൊപ്പം തന്നെ ഏതിനം നെല്ലാണ് കൂടുതൽ കർഷകരും ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്? പാടശേഖര സമിതിക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടാറുണ്ട്. ഇപ്പോൾ ആണെങ്കിലും പഞ്ചായത്തിൽ നിന്ന് കൃഷിഭവൻ മുഖേന കണ്ടം നടുന്ന സമയത്ത് പണിക്കൂലി കിട്ടാറുണ്ട്. അതേപോലെ തന്നെ അതിന് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാം കൃഷിഭവനിൽ നിന്ന് തരാറുണ്ട്. അതേപോലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും വന്ന ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അതുപോലെ ഇവിടെ കൊയ്ത്തുത്സവം, നടീലുത്സവം അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ വളരെ ഗംഭീരമായിട്ട് നടത്താറുണ്ട്. എല്ലാ വർഷവും വളരെ ഗംഭീരമായിട്ട് നടീലുത്സവവും കൊയ്ത്തുത്സവം നടത്തിയാണ് ഇവിടെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊയ്ത്തുത്സവവും നടീലുത്സവവും ഒക്കെ നടക്കുമ്പോൾ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ടോ? അവര് ഏതു വിധത്തിൽ സഹകരിക്കുന്നുണ്ട്? അവരുടെ നല്ല സഹകരണമുണ്ട്. പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും ഉള്ള എല്ലാ സഹകരണമുണ്ട്. ബ്ലോക്കിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ പാടശേഖരത്തിന് വേണ്ടി ഒരു ചെക്ക് ഡാം നിർമ്മിച്ച് തന്നിട്ടുണ്ട്. ഇവിടെ പാടശേഖരത്തിന് ഒരു കൃഷി മാത്രമാണ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഇത്രയും കാലം നിലനിന്നിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 2 കൊല്ലമായിട്ട് ഒരു ചെക്ക് ഡാം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു സീസണിൽ 2 കൃഷി വെച്ച് നമ്മളിവിടെ നടത്തുന്നുണ്ട്. നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന കൃഷികളാണ് എല്ലാം. ഏതിനം നെല്ലാണ് കൃഷി ചെയ്യുന്നത്? അതിന്റെ വളപ്രയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഏത് മാസമാണ് ഇത് വിളവെടുക്കാറുള്ളത്? അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? നമ്മളിപ്പോൾ മലബാർ ഇനം പിന്നെ കുഞ്ഞുഞ്ഞെന്നും പറഞ്ഞാൽ അങ്ങനെ 2 കൃഷിയാണ് നടത്തുന്നത്. മലബാർ മൂപ്പ് കൂടുതലുള്ളതും കുഞ്ഞുഞ്ഞെന്ന് പറയുന്നത് മൂപ്പ് ജൂൺ ആകുമ്പോഴത്തേക്കും കൊയ്യുന്ന ആ രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്ത് കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തുപോലെ വിഷയം എന്ന് വെച്ചാൽ തോട്ടിൽ നിന്നുള്ള ഒരു വെള്ളക്കയറ്റം ഒരു വിഷയം മാത്രമാണ് ഇവിടെയുള്ളത്. ഇവിടെ ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടെങ്കിലും അതിനൊരു ഉയരക്കുറവുണ്ട്. അങ്ങനെ വെള്ളം തോട്ടിൽ നിന്നുള്ള വലിയ മഴ സമയത്ത് വെള്ളം കയറി ചെറിയ കൃഷിനാശങ്ങൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ പോകുന്ന കൃഷികൾ. ഈ നെൽകൃഷിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ മാത്രമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ കണ്ടുവരാറുണ്ടോ? എന്താണ് അതിന്റെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നത്? നെൽകൃഷി അങ്ങനെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇവിടെ അങ്ങനെ കാര്യമായിട്ടില്ല. മുന്നേ ഈ ചാഴിയുടെ ഒരു ശല്യം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിളവ്. പിന്നെ പ്രത്യേകിച്ച് വളപ്രയോഗത്തിന്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. എല്ലാ വർഷം തന്നെ ഈ തോട്ടിൽ നിന്ന് വെള്ളം കയറുന്നതായതുകൊണ്ട് എക്കൽ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വളം ചെയ്യേണ്ടത് ഒരാവശ്യം ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. വളം ഇച്ചിരി കൂടുതൽ മാത്രമേ പറമ്പിൽ ഉള്ളൂ. അതാണ്ട് ഒരിക്കലും രാസവളം അങ്ങനെയുള്ള വളങ്ങൾ പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. നെൽകൃഷി അല്ലാതെ മറ്റെന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത്? നെൽകൃഷി അല്ലാതെ ഏലമുണ്ട്, കുരുമുളകുണ്ട്, കപ്പയുണ്ട്, പശുവുണ്ട്, കോഴിക്കൃഷിയുണ്ട്, മീൻ കൃഷിയുണ്ട്, എല്ലാവിധ കൃഷികളും ഉണ്ട്. ഏത്തവാഴയുണ്ട്. ഈ ഏലം കൃഷിയിൽ ഏതിനം ഏലമാണ് കൃഷി ചെയ്യുന്നത്? എത്ര ഏക്കറിൽ ഏലം കൃഷിയുണ്ട്? നിലവിലെ ഏലം കൃഷിയെ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അതിനെ തരണം ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങളാണ് താങ്കൾ സ്വീകരിച്ചിട്ടുള്ളത്? ഏലം കൃഷി ഒരു 5 ഏക്കർ സ്ഥലത്തോളം ഏലം കൃഷി ചെയ്യുന്നുണ്ട്. ഞെർലാനിയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. നേരത്തെ തിരുത്താളിയും പഴക്കൊടിയൊക്കെ ആയിരുന്നു. ഇപ്പം ഞെർലാനിയാണ് കൂടുതൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിലത്തകർച്ച ആണ് കർഷകന് ഏറ്റവും വലിയ പ്രതിസന്ധി. വാങ്ങുന്ന സാധനങ്ങൾ, മരുന്നും വളങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം അതേപോലെ പണിക്കൂലിയും ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഏലക്കായുടെ വില കിട്ടുന്നില്ല. അതുപോലെ ഉൽപ്പാദനം പ്രതികൂലമായ കാലാവസ്ഥ കൃഷിയെ സാരമായി ബാധിക്കുന്നുണ്ട്. മഴയുള്ള സമയത്ത് മഴ ഭയങ്കരമായിട്ട് പെയ്യുകയും മഴയില്ലാത്ത സമയത്ത് ഭയങ്കരമായി ഉണക്കേൽക്കുകയും
അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൃഷിക്ക് വളരെ പ്രതികൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏലം കൃഷി ഇവിടെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതൊക്കെയാണ്? ഇതിന്റെ മരുന്ന് പ്രയോഗിക്കുന്നത് എത്ര നാളത്തെ ഇടവേളകൾക്ക് ശേഷമാണ് ഓരോ തവണയും മരുന്ന് പ്രയോഗിക്കുന്നത്? ഇവിടെ ഏലകൃഷിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന തണ്ടുതുരപ്പനും ഫിസേറിയൻ രോഗമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വ്യാപിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ ചാണകം ഇറക്കി അതിൽ നിന്നാണ് പകരുന്നതെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ചാണകം ഇറക്കി ഇടാറില്ല. എൻ്റെ വീട്ടിലുള്ള സ്വന്തം ചാണകമാണ് ഇടുന്നത്. അതുകൊണ്ട് അത്ര വലിയ കാര്യമായ രോഗം എനിക്കത്ര ബാധിച്ചിട്ടില്ല നിലവിൽ. കാലിവളം ചേട്ടൻ്റെ സ്വന്തം തൊഴുത്തിലെ പശുക്കളുടെ കാലിവളമാണല്ലോ. അപ്പോൾ എത്ര പശുക്കളുണ്ട്? പശു വളർത്തൽ ലാഭകരമാണോ നിലവിലെ അവസ്ഥയിൽ? എനിക്ക് 7 പശുവുണ്ട്. പശു വളർത്തൽ ലാഭകരം ആയിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ വില നിസ്സാരമായിട്ട് ഒരു 2 രൂപ കൂട്ടുമ്പോഴത്തേക്കും കാലിത്തീറ്റ അതുപോലെയുള്ള തീറ്റകളുടെ എല്ലാം വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ പ്രതിസന്ധികളുണ്ട്. പിന്നെ ഇവിടെയുള്ള തമിഴ്നാട്ടിൽ നിന്നാണ് എല്ലാ ഈ തീറ്റകളും ആശ്രയിച്ചാണ് ഇവിടെ കേരളത്തിൽ മൃഗം വളർത്തുന്നത്. ഈ മക്ക അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരണം. അവിടെ നിന്ന് ഇപ്പോൾ ഭയങ്കരമായിട്ട് വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാൽ പോലും കാലി വളർത്തൽ ലാഭകരമായിട്ട് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് തോന്നുന്നത്. എത്ര പശുക്കളാണ് നിലവിൽ പാല് തരുന്നത്? അതോടൊപ്പം തന്നെ ചെന ഉള്ള പശുക്കൾ എത്ര എണ്ണം ഉണ്ട്? ഇപ്പോൾ 4 പശു കറക്കുന്നുണ്ട്, 3 പശു ചെന ആയി നിൽക്കുന്നു. ശരാശരി എത്ര ലിറ്റർ പാലാണ് ലഭിക്കുന്നത്? ഈ പാല് സഹകരണ സംഘങ്ങളിലാണ് കൊടുക്കുന്നത് അതോ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഈ പാലിന്റെ വിപണനം എങ്ങനെയാണ്? 100 ലിറ്ററോളം പാൽ ഒരു ദിവസം അളക്കുന്നുണ്ട്. അത് സഹകരണ സംഘങ്ങളിലാണ്, പള്ളിക്കുന്ന് അപ്കോസ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് പാൽ അളന്നുകൊണ്ടിരിക്കുന്നത്. വീടുകളിലും പാൽ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ. എത്രയാണ് വില ഇപ്പോൾ നിലവിൽ? സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വില എങ്ങനെയാണ്? വീടുകളിൽ നിന്ന് ലഭിക്കുന്ന വില എങ്ങനെയാണ്? ഒരു 42 മുതൽ 46 രൂപ വരെ ആണ് സംഘത്തിൽ നിന്ന് കിട്ടുന്നത്. വീടുകളിൽ വിൽക്കുമ്പോൾ 50 രൂപയാണ് നമുക്ക് കിട്ടുന്ന വില. ഈ പശു വളർത്തലല്ലാതെ മറ്റ് മൃഗങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ കോഴി വളർത്തലുണ്ട്. കോഴി ഒരു 100 കോഴിയോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ മുട്ടയിടാറായ കോഴികളുണ്ട്. പിന്നെ ചെറിയ തോതിലുള്ള മീൻ കൃഷിയുണ്ട്. കോഴി വളർത്തൽ അഴിച്ചു വിട്ട് വളർത്തുന്ന രീതിയാണോ അതോ കൂട്ടിലടച്ച് വളർത്തുന്ന രീതിയാണോ? ഈ മുട്ട എവിടെയാണ് വിൽപ്പന നടത്തുന്നത്? ഈ മുട്ടയ്ക്ക് ശരാശരി എത്ര രൂപ വരെ വില ലഭിക്കാറുണ്ട്? കോഴി കൂട്ടിലിട്ടാണ് വളർത്തുന്നത്, അഴിച്ചു വിട്ടല്ല വളർത്തുന്നത്. മുട്ടയ്ക്ക് 7 രൂപ വരെ വില കിട്ടുന്നുണ്ട്. ഇവിടെ വീടുകളിൽ നിന്ന് തന്നെ ആളുകൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അല്ലാതെ കടകളിലും വാങ്ങിക്കാറുണ്ട്. ചേട്ടൻ്റെ അനുഭവത്തിൽ ഈ കോഴി വളർത്തൽ ലാഭകരമായ ഒരു കൃഷി രീതിയാണോ? കോഴി വളർത്തൽ വളരെ ലാഭകരമായ ഒരു കൃഷി രീതിയാണ്. നമുക്ക് ആവശ്യത്തിലുള്ള മുട്ടയും കിട്ടും. അതുപോലെ തന്നെ അതൊരു കോഴിയുടെ വളം നമ്മുടെ പറമ്പിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു വളമാണ്. അതുകൊണ്ട് ലാഭകരം തന്നെയാണ് കോഴിക്കൃഷി. കോഴിക്ക് തീറ്റ എവിടെ നിന്നാണ് വാങ്ങുന്നത്? അതായത് കാലിത്തീറ്റ കൊടുക്കുന്നതാണോ അതോ വീട്ടിൽ നമ്മുടെ ഭക്ഷ്യാവശിഷ്ടങ്ങൾ തീറ്റയായി കൊടുക്കാറുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ രീതികൾ? കോഴിത്തീറ്റയായിട്ട് കിട്ടും. മുട്ടയിടുന്ന കോഴികൾക്ക് കോഴിത്തീറ്റ തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പിന്നെ നമ്മുടെ കണ്ടത്തിൽ ഈ നെല്ല് കുത്തി കഴിയുമ്പോൾ അതിൻ്റെ തവിട് അങ്ങനെയുള്ള അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കോഴിക്ക് തീറ്റയായിട്ട് കൊടുക്കാറുണ്ട്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। മത്സ്യകൃഷി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഏതൊക്കെ ഇനം മത്സ്യങ്ങളാണ് കൃഷി ചെയ്യുന്നത്? എത്ര സെന്റുള്ള കുളങ്ങളിലാണ് ഈ മത്സ്യകൃഷി നടത്തുന്നത്? ഈ മത്സ്യകൃഷി ലാഭകരമാണോ? 5 സെന്റോളം ഉള്ള ഒരു കൃഷിയാണ് എനിക്കുള്ളത്. അതിൻ്റെ അകത്ത് ഗോൾഡ്, അതുപോലെ സിലോപ്പിയ, റൂഗ് അങ്ങനെയുള്ള മത്സ്യങ്ങളാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. വ്യാപകമായ കൃഷിയല്ല, എന്നിരുന്നാൽ പോലും നമുക്ക് അത്യാവശ്യത്തിനുള്ള കൃഷി മാത്രമാണ് ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മത്സ്യകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചേട്ടൻ്റെ അനുഭവത്തിൽ? ഹൈറേഞ്ചിലെ മത്സ്യകൃഷി വളരെ കുറഞ്ഞ ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു കർഷകൻ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ് ചേട്ടൻ്റെ അനുഭവത്തിൽ? ഇതിൻ്റെ ജലസേചനമാണ് ഏറ്റവും പ്രധാനമായിട്ട്. ജലം ആവശ്യത്തിന് ഉണ്ടെങ്കിൽ മാത്രം മത്സ്യകൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ജലത്തിൻ്റെ pH-ഉം കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കിയാൽ മാത്രമേ മത്സ്യം വളരുള്ളൂ. അല്ല, തീറ്റയ്ക്കാണെങ്കിലും ക്രമാതീതമായി വില വർദ്ധിക്കുന്നത് കൊണ്ട് പലരും ഇപ്പം മത്സ്യകൃഷിയിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലിവിടെ കാണുന്നത്. ഈ മത്സ്യം അല്ലാതെ ഇനിയിപ്പോൾ ചേട്ടനുള്ളത് കുരുമുളക് കൃഷിയാണ്. എത്ര ഏക്കറോളം കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്? ഏലത്തിൻ്റെ ഒപ്പമാണോ കുരുമുളക് കൃഷി ചെയ്യുന്നത്? ഏലത്തിൻ്റെ ഒപ്പം തന്നെയാണ് കുരുമുളക് കൃഷി. 5 ഏക്കർ സ്ഥലത്തും കുരുമുളക് എല്ലാ മരത്തിലെയും കുരുമുളക്
കുരുമുളകുണ്ട്, നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ കുരുമുളകിന് ഈ പറഞ്ഞ മട്ടിപ്പോൾ ഋതവാട്ടം പോലെയുള്ള രോഗങ്ങൾ വരുന്നത് കുരുമുളക് കൃഷിക്ക് ഒരു വൻ ഭീഷണി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കുരുമുളകിനാണ് ഈ വില, നമ്മൾ ഉൽപ്പാദനം വിളവെടുക്കുന്ന സമയത്ത് വില കുറവും, അത് കഴിഞ്ഞ് വില വർദ്ധിപ്പിക്കുന്ന സമയത്ത് കർഷകൻ്റെ കയ്യിൽ കുരുമുളക് ഇല്ലാത്ത ഒരു സാഹചര്യം കൂടെ ഇപ്പം നിലവിൽ നിൽക്കുന്നു. നിലവിൽ 600 രൂപ വരെയാണല്ലോ കുരുമുളകിന് വില ലഭിക്കുന്നത്. ചേട്ടൻ ഇതിനു മുമ്പ് എത്ര രൂപയ്ക്ക് വരെ കൂടിയ വിലയ്ക്ക് ഈ കുരുമുളക് വിൽപ്പന നടത്തിയിട്ടുണ്ട്? ഇപ്പോൾ ഈ കൃഷി ലാഭകരമാണോ? കുരുമുളക് കൃഷി ലാഭകരമാണ്, പക്ഷേ നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് ഇതിന് ഒരിക്കലും വില കിട്ടാറില്ല. 400-420 രൂപ വില വിളവെടുക്കുന്ന സമയത്ത് നിൽക്കും. അത് കഴിഞ്ഞ് കർഷകരുടെ കയ്യിൽ നിന്ന് എല്ലാം മുളക് വിറ്റ് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ 500-600 വില വരുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. വൻകിട കച്ചവടക്കാരുടെ കയ്യിലാണ് ഈ കുരുമുളകിൻ്റെ യഥാർത്ഥ ലാഭം കിട്ടുന്നത്. കർഷകന് അതിൻ്റെതായ ആനുകൂല്യങ്ങൾ, വിലകൾ ലഭിക്കുന്നത് വളരെ കുറവാണ് ഇപ്പോൾ. കുരുമുളക് സംരക്ഷണ സമിതികൾ നിങ്ങളുടെ പ്രദേശത്ത് സജീവമാണോ? ഇത്തരം സ്ഥാപനങ്ങളുടെ സഹായങ്ങൾ ലഭിക്കാറുണ്ടോ കൃഷി വകുപ്പ് വഴി? കുരുമുളക് സംരക്ഷണ സമിതി ഇപ്പം നിലവിൽ ഇവിടെ പ്രവർത്തനം അടുത്തില്ല. കൃഷിഭവൻ മുഖേന കുരുമുളകിനും ഏലത്തിനും ഒക്കെ പൊതുവായിട്ടുള്ള ആനുകൂല്യങ്ങളല്ലാതെ കുരുമുളകിനായിട്ട് പ്രത്യേകിച്ച് യാതൊരു ആനുകൂല്യങ്ങളും ഇപ്പം നിലവിലില്ല. സ്പൈസസ് ബോർഡ് മുഖാന്തരം എന്തെങ്കിലും സഹായങ്ങൾ കുരുമുളക് കൃഷിക്ക് ലഭിച്ചിട്ടുണ്ടോ? മുൻപ് ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോഴത് ലഭിക്കുന്നുണ്ടോ? സ്പൈസസ് ബോർഡിൻ്റെ 1-2 ക്ലാസ്സുകളൊക്കെ എൻ്റെ വീട്ടിൽ വെച്ചൊക്കെ നടത്തിയിട്ടുണ്ട്, കുരുമുളക് ഏലകൃഷിയുടെയൊക്കെ. ഇപ്പം അങ്ങനെ നഴ്സറിയിൽ നിന്ന് തൈകൾ എത്തിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും കുരുമുളക് തൈകളൊന്നും നിലവിൽ കിട്ടിയിട്ടില്ല. ഏലത്തിൻ്റെ കുറച്ച് തൈകൾ എനിക്ക് പുതിയ വെറൈറ്റി ഏലം 5-4, 5-6 എന്നും പറഞ്ഞ് അങ്ങനെ ഒരു 2 വെറൈറ്റി ഏലം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തവാരണ ചെയ്തിട്ടുണ്ട്. കുരുമുളക് ഏതിനമാണ് ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്നത്? പുതിയ അത്യുൽപാദന ശേഷിയുള്ള ഏതെങ്കിലും ഇനം കുരുമുളക് ഇവിടെ ആരെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ? ചേട്ടൻ കൃഷി ചെയ്യുന്നുണ്ടോ? വേറെ പ്രത്യേകിച്ച് കരിമുണ്ടയും ചെങ്ങന്നൂരുമാണ് നമുക്ക് നിലവിലുള്ള കൃഷി. വേറെ ഒന്നും ലഭിച്ചിട്ടില്ല ഇതുവരെ. ഈ കുരുമുളക് റീപ്ലാന്റ് വലിയ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടമാണെന്ന് ഈ കർഷകർ പറയുകയുണ്ടായി. അതായത് കാലാവസ്ഥാ വ്യതിയാനം മൂലം കുരുമുളക് തൈകൾ പിടിച്ചു വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? കുരുമുളക് പിടിച്ചു വരാൻ ഇപ്പോൾ താമസമുണ്ട്. കാലാവസ്ഥയുടെ ഒരു പ്രതികൂലമായതുകൊണ്ടാണെന്ന് അറിയില്ല. കുരുമുളക് തണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളർന്നു വരാൻ വളരെയേറെ കാലതാമസം വരുന്നുണ്ട്. ഏലവും കുരുമുളകും അല്ലാതെ മറ്റെന്തൊക്കെ കൃഷികളാണുള്ളത്? ഈ കന്നുകാലി വളർത്തൽ, കോഴി വളർത്തൽ അല്ലാതെ വേറെ എന്തെങ്കിലും പച്ചക്കറി പോലുള്ള കൃഷികൾ തുടരുന്നുണ്ടോ? പച്ചക്കറി കൃഷിയുണ്ട്, മുട്ടക്രൂസ് ഉണ്ട്, ബീൻസ് ഉണ്ട്, പയറുണ്ട്, അതേപോലെ തന്നെ ഏത്തവാഴ കൃഷിയുണ്ട്, കാച്ചില്, കപ്പ, എല്ലാ കൃഷികളും ഉണ്ട്. ഈ മരച്ചീനി കൃഷിയെക്കുറിച്ച് പറഞ്ഞല്ലോ. മരച്ചീനി ഹൈറേഞ്ചിൽ ഒരു കാലത്ത് വ്യാപകമായി ഉണ്ടായിരുന്നൊരു വിളയാണ്. ഇപ്പോൾ മരച്ചീനി കർഷകരുടെ എണ്ണം വളരെ കുറഞ്ഞു. എന്താണ് അതിന്റെ കാരണം? നമ്മുടെ മരച്ചീനി ഇവിടെ കാട്ടുപന്നി ശല്യമാണ് ഏറ്റവും വലിയൊരു രൂക്ഷമായ പ്രതിസന്ധിയായിരിക്കുന്നത്. എങ്ങനെയെല്ലാം നോക്കിയാലും പന്നി, അതേപോലെ തന്നെ കുരങ്ങിന്റെ ശല്യം ഭയങ്കര രൂക്ഷമായിരിക്കുകയാണ്. നമ്മൾ കപ്പ നട്ട് മുളച്ചു വരുന്ന ആ സമയത്ത് ഈ കുരങ്ങ് വന്ന് ഇതെല്ലാം വലിച്ചു പറിച്ച് അതിന്റെ മുള മാത്രം തിന്നിട്ട് ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് പോകും. അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം കുറയ്ക്കാനായിട്ട് സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ടോ? നമ്മൾ ഏതെങ്കിലും സംവിധാനം സ്വയമേ ചെയ്തിട്ടുണ്ടോ? നമ്മൾ സ്വയമേ നെറ്റ് വലിച്ചു കെട്ടി, ഗ്രീൻ നെറ്റ് വലിച്ചു കെട്ടിയാണ് ഇപ്പം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഒരു ഇത് നിലവിൽ ലഭിച്ചിട്ടില്ല. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഒരു മെഷീന്റെ കാര്യം ഈയിടെ സുധാകരൻ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്ന് കരുതിയിരിക്കുകയാണ്. കാട്ടുപന്നിയും കുരങ്ങിന്റെയും ശല്യം എത്ര കാലമായിട്ട് ഇവിടെയുണ്ട്? മുൻപ് ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ ശല്യം ഇവിടെ ഉണ്ടായിരുന്നോ? മുൻപ് ഇത്ര ശല്യം ഇവിടെ ഇല്ലായിരുന്നു. 1-2 കൊല്ലമായിട്ടാണ് ഈ കുരങ്ങിന്റെയൊക്കെ ശല്യം ഇത്ര വ്യാപകമായിട്ട് വന്നത്. കാട്ടുപന്നിയും അതേപോലെ വ്യാപകമായി പെരുകിയിരിക്കുകയാണ്. പകല് പോലും പന്നി നടക്കുന്നത് കാണാവുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. ഏതിനം മരച്ചീനിയാണ് കൃഷി ചെയ്യുന്നത്? എത്ര സെന്റ് ഭൂമിയിൽ ഈ മരച്ചീനി കൃഷി ചെയ്യുന്നുണ്ട്? ഇത് സ്വന്തം ആവശ്യങ്ങൾക്കാണോ അതോ പുറത്ത് വിൽപ്പന നടത്താനായിട്ട് മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? നമ്മൾ 1/2 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്. 1 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ട് എന്തായിരുന്നു ഈ പന്നിശല്യം ഇതെല്ലാം കാരണം കൂടുതൽ നാശനഷ്ടമായതുകൊണ്ട് 10 ലിട്ട് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണെങ്കിൽ മൃഗങ്ങളുടെ ശല്യം ഇച്ചിരി കുറവുള്ളതുകൊണ്ട്, അതുപോലെ നമുക്ക് വിളവ് കൂടുതൽ കിട്ടുന്നത് അതായതുകൊണ്ട് അത് ആണ് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ പച്ചക്കറികൾ അടുക്കളത്തോട്ടമായിട്ടാണോ കൃഷി ചെയ്യുന്നത് അതോ നമ്മൾ വിൽപ്പന നടത്താനായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിലാണോ കൃഷി ചെയ്യുന്നത്? ഇതിന്റെ ഒരു കൃഷി രീതികൾ എന്തൊക്കെയാണ്? പച്ചക്കറി കൃഷി വീട്ടിലാവശ്യത്തിനും അല്ലാതെ പുറത്ത് കൊടുക്കാൻ പരുവത്തിനുമുള്ള കൃഷിയുണ്ട്. പയറും മുട്ടക്രൂസുമാണ്, ബീൻസുമാണ് മെയിനായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ മറ്റേ ഈ വന്യമൃഗങ്ങളുടെ ശല്യം അതിനും ഒരു കൃഷിക്ക് ഒരു പ്രതികൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കാലാവസ്ഥാ വ്യതിയാനം ഈ പച്ചക്കറി കൃഷി ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഈ ഹൈറേഞ്ചിലെ കാലാവസ്ഥാ വ്യതിയാനം പച്ചക്കറി കൃഷിക്കും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, ഭയങ്കരമായ മഴ പച്ചക്കറി കൃഷിക്ക് ഭയങ്കര പ്രതികൂല സാഹചര്യമാണ് നിലവിലുള്ളത്. മഴ പെയ്യുമ്പോൾ ഭയങ്കരമായ മഴയും വെയിൽ കഴിയുമ്പോൾ ഭയങ്കരമായ വെയിലും കൃഷിക്ക് മൊത്തത്തിൽ എല്ലാ കൃഷികൾക്കും അതൊരു ബാധകമാണ്. ഈ കാർഷിക വിളകൾക്ക് വേനൽ ചൂടിനെ ചെറുക്കാനായിട്ട് ഏതൊക്കെ രീതികളാണ് ചേട്ടൻ ആവിഷ്കരിച്ചിട്ടുള്ളത്? ജലസേചന മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജലസേചന മാർഗം എല്ലായിടത്തും മിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഡ് നെറ്റ് കെട്ടി ചൂടിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്തൊക്കെയാണ് അവരുടെ ജോലികൾ? വീട്ടിലെ അമ്മ, ഭാര്യ, 2 പിള്ളേര്, അച്ഛൻ്റെ പെങ്ങളുണ്ട്, അമ്മായി. അങ്ങനെ ഞങ്ങൾ അത്രയും പേരാണ് വീട്ടിലുള്ളത്. പിള്ളേര് 2 പേര് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ BSc അഗ്രികൾച്ചറിന് 3rd ഇയർ പഠിക്കുന്നു, ഒരാൾ +2 പഠിക്കുന്നു. ഈ BSc അഗ്രി പഠിക്കുന്ന മകളുണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ കൃഷിയോടുള്ള
താങ്കളുടെ താല്പര്യം കൊണ്ടാണോ അതോ മകൾ സ്വന്തം ഇഷ്ടപ്രകാരമാണോ BSc അഗ്രി എടുത്ത് പഠിക്കാനൊരു കാരണം? അത് കൃഷിയോടുള്ള താല്പര്യം എനിക്ക് കൃഷിയോടുള്ള താല്പര്യം കണക്കിലെടുത്താണ് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് നല്ല കർഷകനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊച്ചിനും അത് കൃഷിയോട് ഒരു താല്പര്യം വന്നുകൊണ്ടാണ് കൃഷി എന്നെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കൃഷി തന്നെ ഒരു കോഴ്സായിട്ട് എടുക്കുന്നത്. ഈ കാർഷിക രംഗത്തേക്ക് പുതുതായി കടന്നു വരുന്ന ഒരു യുവ കർഷകനോട് ചേട്ടനുള്ള ഉപദേശം എന്താണ്? ഒരു സമ്മിശ്ര കർഷകൻ എന്ന നിലയ്ക്ക്, വിജയം വരിച്ച ഒരു സമ്മിശ്ര കർഷകൻ എന്ന നിലയ്ക്ക് താങ്കളുടെ ഉപദേശം എന്ത്? ഏത് തൊഴിലിനേക്കാളും മെച്ചമായൊരു തൊഴിലായിട്ടാണ് ഞാൻ കാർഷിക തൊഴിലിനെ കാണുന്നത്. നമുക്ക് അത്യാവശ്യം എല്ലാ രീതിയിലുള്ള വരുമാനവും മാർഗവും ഉണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു തൊഴിലിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തുകൊണ്ടും ഒരു വിമാനത്തോടു കൂടി ഏത് മനുഷ്യന്റെ മുന്നിൽ നിന്ന് ഉയർത്തി പറയാവുന്ന ഒരു തൊഴിലാണ് കാർഷിക വൃത്തി. സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇതര ഏജൻസികളുടെ ഒരു സഹായം ലഭിക്കുന്നത് കുറവാണെന്നൊരു ആക്ഷേപമുണ്ട്. താങ്കളുടെ അനുഭവത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആനുകൂല്യങ്ങൾ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് എല്ലാവിധ ആനുകൂല്യങ്ങളും, അതുപോലെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നാണ്, കൃഷിഭവന്റെ ഭാഗത്തുനിന്നാണെങ്കിലും കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നാണെങ്കിലും എല്ലാവിധ ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. സമ്മിശ്ര കൃഷിയിൽ വിജയം വരിച്ച KK ജിജിമോൻ എന്ന കർഷകനാണ് ഇത്രയും നേരം കിസാൻ വാണി ശ്രോതാക്കളോട് തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചത്. നന്ദി ശ്രീ ജിജിമോൻ. നന്ദി, നമസ്കാരം. ശാന്തൻപാറ പേത്തൊട്ടി ചേരിയാർ പാടശേഖര സമിതിയുടെ സെക്രട്ടറിയും കർഷകനുമായ ശ്രീ ജിജിമോൻ KKയുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്. പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. പുതുരുചിയേകി റംബൂട്ടാൻ. കേരളത്തിലെ നഗരഗ്രാമ പ്രദേശങ്ങളിലെല്ലാം തന്നെ ചിരപരിചിതമായ ഒരു വിദേശ ഫലമാണ് റംബൂട്ടാൻ. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും എത്തിയ ഈ പഴം നമ്മുടെ കാലാവസ്ഥയുമായി നന്നായി ഇണങ്ങിച്ചേർന്ന് വീട്ടുവളപ്പിലും വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്യുന്നു. അലങ്കാര സസ്യമായും നട്ടുവളർത്തുന്ന നിത്യഹരിത വൃക്ഷമായ റംബൂട്ടാന്റെ മുള്ളുകൾ പോലെയുള്ള രോമങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ആകർഷകമായ പഴങ്ങൾ ആരെയും കൊതിപ്പിക്കുന്നവയാണ്. മുടി എന്നർത്ഥമുള്ള റംബൂട്ട് എന്ന പദത്തിൽ നിന്നാണ് റംബൂട്ടാൻ എന്ന പേരുണ്ടായത്. പഴുക്കുമ്പോൾ പുറന്തോടിൻ്റെ നിറമനുസരിച്ച് ചുവപ്പ്, മഞ്ഞ എന്നീ ഇനങ്ങളുണ്ട്. മഞ്ഞ ഇനങ്ങൾക്ക് മാധുര്യമേറും. രോമാവൃതമായ തോടിനുള്ളിൽ വിത്തുമായി പറ്റിച്ചേർന്നിരിക്കുന്ന ഉറച്ചതും വെളുത്തതുമായ നനവാർന്ന മാംസളഭാഗമാണ് ഭക്ഷ്യയോഗ്യം. മാംസളഭാഗം വിത്തിൽ നിന്നും വേർപെടുത്തുവാൻ പ്രയാസമുള്ള ഇനങ്ങളും എന്നാൽ എളുപ്പത്തിൽ അടർത്തിയെടുക്കാവുന്ന ഇനങ്ങളും റംബൂട്ടാനിലുണ്ട്. റംബൂട്ടാനിൽ ആൺപെൺ വ്യത്യാസം ഉള്ളതിനാൽ വിത്ത് മുളപ്പിച്ചെടുക്കുന്ന തൈകളേക്കാൾ ഗുണമേന്മയുള്ള ബഡ് ചെയ്ത തൈകളാണ് കൃഷിക്ക് അനുയോജ്യം. ഇത്തരം തൈകൾ നട്ട് 3-ാം വർഷം മുതൽ പുഷ്പിക്കുകയും തുടർന്ന് നല്ല പരിചരണമുണ്ടെങ്കിൽ 6 മുതൽ 8 വർഷങ്ങൾക്കുള്ളിൽ ഉയർന്ന വിളവ് നൽകുകയും ചെയ്യും. ഉൽപാദന നഷ്ടം ഉണ്ടാക്കുന്ന രോഗകീടാക്രമണം നന്നേ കുറവാണെങ്കിലും പഴങ്ങൾ പക്ഷികൾ തിന്ന് നശിപ്പിക്കാറുണ്ട്. മധ്യ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന റംബൂട്ടാൻ മരങ്ങളിൽ കുലകളായി നിറഞ്ഞു നിൽക്കുന്ന പഴങ്ങളെ പക്ഷികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി മരം മൊത്തമായി വല കൊണ്ട് പൊതിയുന്നത് രസകരമായ കാഴ്ചയാണ്. റംബൂട്ടാൻ പഴങ്ങളുടെ പുറന്തോടിൻ്റെ നിറം ചുവപ്പാവുകയും രോമങ്ങൾ ചുവപ്പ് നിറത്തിലും അവയുടെ അഗ്രഭാഗം മഞ്ഞ കലർന്ന പച്ച നിറത്തിലാവുകയും ചെയ്യുമ്പോൾ പഴങ്ങൾ വിളവെടുക്കാവുന്നതാണ്. സാധാരണ താപനിലയിൽ പഴങ്ങളുടെ സൂക്ഷിപ്പുകാലം കുറവാണ്. വിളവെടുത്ത റംബൂട്ടാൻ പഴങ്ങൾ ഓസോണൈസേഷൻ ചെയ്ത് പോളിപ്രൊപ്പീലിൻ കവറിൽ പാക്ക് ചെയ്താൽ 14 ദിവസം വരെ ശീതീകരിച്ച അവസ്ഥയിലും 8 ദിവസം വരെ സാധാരണ ഊഷ്മാവിലും കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണെന്ന് കാർഷിക സർവകലാശാലയിലെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വിളവെടുത്ത് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ പഴങ്ങളുടെ പുറന്തോടും രോമങ്ങളും കറുത്ത് തവിട്ട് നിറമാവുകയും വിപണന യോഗ്യമല്ലാതാവുകയും ചെയ്യുന്നു. എന്നാൽ ഇവയുടെ ഉള്ളിലെ പഴക്കാമ്പ് ഗുണമേന്മയുള്ളതായിരിക്കും. ഇത്തരം പഴങ്ങൾ സംസ്കരണത്തിലൂടെയുള്ള മൂല്യവർദ്ധനത്തിനായി പ്രയോജനപ്പെടുത്താം. റംബൂട്ടാൻ പഴങ്ങളിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും സസ്യജന്യ സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിൻ സി താരതമ്യേന കൂടിയ അളവിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഭക്ഷണത്തിലൂടെ ലഭ്യമാവുന്ന ഇരുമ്പ് കൂടുതൽ എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയായ റംബൂട്ടാൻ ശരീരത്തിൻ്റെ കോശങ്ങളെ വിവിധ കേടുപാടുകളിൽ നിന്നും സംരക്ഷിച്ച് പ്രതിരോധശേഷി പ്രദാനം ചെയ്യുന്നു. തലച്ചോറ്, ഹൃദയം, അസ്ഥികൾ എന്നിവയുൾപ്പെടെ
മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങളിലെ കോശങ്ങളുടെ ശരിയായ വളർച്ചയിലും പരിപാലനത്തിലും പ്രധാന പങ്ക് വഹിക്കുന്ന ചെമ്പിൻ്റെ നല്ല അളവും റംബൂട്ടാൻ പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. റംബൂട്ടാൻ പഴങ്ങളുടെ ഉൾക്കാമ്പിലും പുറംതോടിലും കണ്ടുവരുന്ന ഒട്ടേറെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയാൻ കഴിവുള്ളവയുമാണ്. മാംസള ഭാഗം പോലെ റംബൂട്ടാൻ വിത്തും പോഷക ഘടകങ്ങളുടെയും ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും സമൃദ്ധമായ ഉറവിടമാണെന്ന് കരുതപ്പെടുന്നു. പാകമായി പഴുത്ത റംബൂട്ടാൻ പഴമായും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായും പ്രചാരത്തിലുണ്ട്. സംസ്കരിച്ച റംബൂട്ടാൻ ഉൽപ്പന്നങ്ങളിൽ റംബൂട്ടാൻ പ്രിസർവ്, റംബൂട്ടാൻ ജാം, നിർജ്ജലീകരിച്ച റംബൂട്ടാൻ, ശീതീകരിച്ച റംബൂട്ടാൻ എന്നിവ ഉൾപ്പെടുന്നു. റംബൂട്ടാൻ പ്രിസർവ് പഴങ്ങൾ പഞ്ചസാര ലായനിയിൽ ദീർഘകാലം സൂക്ഷിച്ചു വയ്ക്കുന്ന സംസ്കരണ രീതിയാണ് പ്രിസർവ്. വിളഞ്ഞു പാകമായ പഴങ്ങളുടെ ഭക്ഷ്യയോഗ്യമായ മാംസള ഭാഗം പുറംതോടിൽ നിന്നും വേർപെടുത്തിയെടുത്ത ശേഷം പഞ്ചസാര ലായനി ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാവുന്നതാണ്. റംബൂട്ടാൻ്റെ മാംസള ഭാഗം മാത്രമായും മറ്റു പഴങ്ങളായ പൈനാപ്പിൾ, ചക്ക എന്നിവയുടെ പഴക്കാമ്പുകളും ചേർത്ത് പ്രിസർവ് തയ്യാറാക്കാം. പ്രിസർവിൻ്റെ സാന്ദ്രത വിപണിയുടെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ്. വിവിധ രീതിയിലുള്ള സലാഡുകളിലും സാൻഡ്വിച്ചുകളിലും ഉപയോഗിക്കുവാൻ പ്രിസർവ് തിരഞ്ഞെടുക്കാവുന്നതാണ്. റംബൂട്ടാൻ ജാം മൂപ്പെത്തിയ അഥവാ പാകമായ റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും പൾപ്പ് വേർതിരിച്ചെടുത്ത് പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് റംബൂട്ടാൻ ജാം. റംബൂട്ടാൻ പഴക്കാമ്പ് മാത്രമായും മറ്റു പഴങ്ങളുടെ പൾപ്പ് ഉൾപ്പെടുത്തിയും ജാം തയ്യാറാക്കാവുന്നതാണ്. മിശ്രിതം 65-68 ഡിഗ്രി ബ്രിക്സ് എത്തുന്നതുവരെ പാകം ചെയ്യേണ്ടതാണ്. ഇപ്രകാരം തയ്യാറാക്കിയെടുക്കുന്ന ജാമിൽ 45% കുറയാതെ പഴവും 65% കുറയാതെ മൊത്തം ലയിക്കുന്ന ഖരവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു. ആകർഷകമായ ചെറിയ കുപ്പികളിൽ റംബൂട്ടാൻ ജാം പാക്ക് ചെയ്ത് വിപണനം നടത്തുന്നുണ്ട്. നിർജ്ജലീകരിച്ച റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും ജലാംശം നീക്കം ചെയ്ത് ഉണക്കിയെടുക്കുന്ന ഉൽപ്പന്നമാണ് നിർജ്ജലീകരിച്ച റംബൂട്ടാൻ. ജലാംശം കുറയ്ക്കുന്നതിനായി കൃത്യമായ ഡ്രയറുകൾ ഉപയോഗിക്കാവുന്നതാണ്. പഞ്ചസാര ലായനി ഉപയോഗിച്ച് ജലാംശം കുറച്ചും പഴക്കാമ്പിൻ്റെ മധുരം കൂട്ടിയും റംബൂട്ടാൻ ഉണക്കിയെടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ നിർജ്ജലീകരിച്ച ഉൽപ്പന്നത്തിന് മധുരം കൂടുതലായിരിക്കും. നിർജ്ജലീകരണം ചെയ്ത പഴങ്ങൾ ഫ്രൂട്ട് സലാഡ്, ഐസ്ക്രീം, പുഡിംഗ്, ഫ്രൂട്ട് റോളുകൾ എന്നിവയിലെല്ലാം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രീസ് ഡ്രൈഡ് റംബൂട്ടാൻ പഴങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ താപനിലയിൽ ഈർപ്പം നീക്കം ചെയ്യുന്നത് വഴി തയ്യാറാക്കാവുന്ന മറ്റൊരു വിപണന സാധ്യതയുള്ള ഉൽപ്പന്നമാണ് ഫ്രീസ് ഡ്രൈഡ് റംബൂട്ടാൻ. വളരെ താഴ്ന്ന ഊഷ്മാവിൽ ഉണക്കിയെടുക്കുന്നതിനാൽ പഴങ്ങളുടെ പുതുമ, നിറം, ഘടന, രുചി, പോഷക ഗുണങ്ങൾ എന്നിവ ഒട്ടും നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു. ഇതിനായി പഴുത്ത റംബൂട്ടാൻ പഴങ്ങളുടെ മാംസള ഭാഗം പുറംതോടിൽ നിന്നും വേർപെടുത്തിയ ശേഷം ഫ്രീസ് ഡ്രയറുകളിൽ ഉണക്കിയെടുക്കുന്നു. ഇപ്രകാരം തയ്യാറാക്കിയ ഫ്രീസ് ഡ്രൈഡ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെട്ടതായിരിക്കും. ഫ്രോസൺ റംബൂട്ടാൻ പഴങ്ങൾ വിത്തോടുകൂടി മുഴുവനായി ശീതീകരിക്കാവുന്നതാണ്. പഴുത്തതും ഉറച്ചതുമായ ഉൾക്കാമ്പുള്ള റംബൂട്ടാൻ പഴങ്ങളാണ് ശീതീകരണ മാർഗത്തിന് കൂടുതൽ അനുയോജ്യം. വിത്തോടുകൂടിയ മുഴുവൻ പഴങ്ങൾ 80 ഡിഗ്രി സെൽഷ്യസിൽ ക്രയോജനിക് ഫ്രീസിംഗ് ചെയ്യുന്നതിലൂടെ ഫ്രോസൺ റംബൂട്ടാൻ തയ്യാറാക്കാം. ശീതീകരിച്ച പഴങ്ങൾ 20 ഡിഗ്രി സെൽഷ്യസിൽ പാക്ക് ചെയ്ത് 6 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ സാധാരണ താപനിലയിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. റംബൂട്ടാൻ ജ്യൂസ് പഴുത്ത റംബൂട്ടാൻ പഴങ്ങളുടെ മാംസള ഭാഗം പുറംതോടിൽ നിന്നും വേർതിരിച്ചെടുത്ത ശേഷം പഴക്കാമ്പ് ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാവുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് റംബൂട്ടാൻ ജ്യൂസ്. ഇപ്രകാരം തയ്യാറാക്കുന്ന ജ്യൂസ് ഉപയോഗിച്ച് സ്ക്വാഷ്, സിറപ്പ്, റെഡി ടു സെർവ് എന്നിവ തയ്യാറാക്കാവുന്നതാണ്. അച്ചാറുകൾ, ഫ്രൂട്ട് റോളുകൾ, ജെല്ലി മിഠായികൾ, മിക്സഡ് ഫ്രൂട്ട് കോഡിയൽ എന്നിവയും റംബൂട്ടാനിൽ നിന്നും തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്. ഇവയെല്ലാം തന്നെ വിവിധ വിദേശ രാജ്യങ്ങളുടെ വിപണികളിൽ സുലഭമാണ്. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനപങ്കാളിത്ത
ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ തൻ പ്രതാപം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.